പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഈ ദിവസം അങ്ങയോട് കൂടെ ആയിരുന്നു അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി മക്കൾക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അവിടുന്ന് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. ഈ മക്കളുടെ ജീവിതാവസ്ഥകളുടെ മേല്, കുടുംബങ്ങളുടെ മേല്, ജോലി മേഖലകളുടെ മേല്, സാമ്പത്തിക മേഖലകളുടെ മേല്, ആത്മീയ മേഖലകളുടെ മേല് കർത്താവെ അങ്ങയുടെ കരം നീട്ടി അങ്ങയുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. സമയം കണ്ടെത്തി വലിയ ത്യാഗത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് മക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ വലിയ കൂട്ടായ്മയോർത്ത് ഞാൻ നന്ദി പറയുമ്പോ കർത്താവ് ഈ മക്കളെ പ്രത്യേക വിധത്തില് അനുഗ്രഹിച്ച് ആശീർവദിച്ച് അവിടുത്തെ ശക്തിയാൽ നിറച്ച് വലിയ അഭിഷേകത്താൽ ഇവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ തിരുവചനത്തിലൂടെ അങ്ങ് പറയുമ്പോൾ അത് വേണ്ട പോലെ ചെയ്ത് സ്വീകരിച്ച് അങ്ങയുടെ വാഗ്ദാനങ്ങൾ അനുഭവിക്കാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ കുടുംബത്തോടും വീടിനോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മാതാവിന്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബവും യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധ ഔസേപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇവിടെ മക്കളെ സ്ഥിരോത്സാഹത്തോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസത്തിനും വേണ്ട ആഹാരവും അഭിഷേകവും നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി മുടങ്ങാതെ ദൈവം നമ്മെ നയിക്കുന്നതിനോർത്ത് നമുക്കൊരു നിമിഷം ദൈവത്തിന് നന്ദി പറയാം. നമുക്കറിയാലോ, ഓഗസ്റ്റ് 27 മുതൽ മക്കൾക്ക് വേണ്ടി തുടങ്ങി വെച്ച പ്രാർത്ഥന ഇന്നുവരെ മുടങ്ങാതെ കർത്താവ് നയിക്കുന്നതിനെ ഓർത്ത് നമുക്ക് പ്രത്യേകം നന്ദി പറയണം കേട്ടോ. അച്ഛൻ അതിനു വേണ്ട സമയവും ആരോഗ്യവും ഇതിൽ പങ്കെടുക്കാൻ വേണ്ട മനസ്സും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും നൽകി കർത്താവ് നയിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ പണ്ടേ മുടങ്ങി പോകേണ്ടതാ. ഒരു തടസ്സവും കൂടാതെ കർത്താവ് ഇതുവരെ നമ്മെ എത്തിച്ചെങ്കിൽ കർത്താവിന് ഈ ശുശ്രൂഷയെ കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇത് മുടങ്ങാതെ പോകണം. അനേകം മക്കള് അച്ഛാ ഇത് അനുഗ്രഹമാണ്, അച്ഛത് മുടക്കരുത്, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരിയേറെ പേര് അച്ഛനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. എല്ലാവർക്കും നന്ദി പറയാണ്. ഇത് ആരുടെയും കഴിവല്ല, സ്വർഗത്തിന്റെ മനസ്സാണ്, ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ മുടങ്ങാതെ പോകുന്നത്. അല്ലെങ്കിൽ ഒത്തിരി ധ്യാനങ്ങളും കൺവെൻഷനുകളും എല്ലാ തിരക്കുണ്ടെങ്കിലും ഈ ശുശ്രൂഷ കർത്താവ് അതിശക്തമായിട്ട് മുന്നോട്ട് നയിക്കുകയാണ്. നിങ്ങൾ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണേ. ദിവസങ്ങൾ അനേകം ഇടങ്ങളില് ധ്യാനങ്ങളും ശുശ്രൂഷകളും ഒക്കെ ഉണ്ട്. ഇടവക ധ്യാനങ്ങള്, കൺവെൻഷനുകള്, നോമ്പുകാല ധ്യാനങ്ങളൊക്കെ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ആരാധനയിലും വിശുദ്ധ കുർബാനയിലൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളൊരു വലിയ കൂട്ടായ്മയാണല്ലോ. നമ്മളിപ്പോ ഒരു വലിയ കുടുംബ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിലെ മക്കളാണ് നമ്മളൊക്കെ. എല്ലാവരും വലിയ ഐക്യത്തില് സ്നേഹത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം ഞാൻ പറയാണ്, നമ്മുടെ ഈ കുടുംബത്തിലേക്ക് അനേകരെ കൂട്ടിച്ചേർക്കണ്ടേ, മക്കൾക്ക് വേണ്ടി എന്തോരം പ്രാർത്ഥിക്കണ്ടേ. ചോര കാര്യങ്ങളൊക്കെ പറയുമ്പോ സത്യം പറഞ്ഞ എനിക്ക് പേടിയാവുക മക്കളുടെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ. അതുകൊണ്ട് ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെ കരുത്തോടെ ശക്തിയോടെ നമുക്ക് മുന്നോട്ട് പോകണം കേട്ടോ. പിന്നെ നമ്മുടെ ഉപവാസ തപസ് പ്രാർത്ഥന നമ്മൾ വച്ചിരിക്കുന്നത് ഈ മാസം 16 ഞായറാഴ്ച ഒറ്റ ദിവസം, അത് രാവിലെ 8 മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടി തുടങ്ങും, 4 മണിയോടുകൂടി അവസാനിക്കും. അപ്പൊ നമ്മൾ ഈ കുർബാന, ആരാധന, കരുണയുടെ ജപമാല, കർത്താവിന്റെ വചനമൊക്കെ അവകാശപ്പെട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ മക്കളെ ഒക്കെ സമർപ്പിച്ച് മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഏകദിനം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സാധിക്കുന്ന എല്ലാവരും ഒരു രജിസ്ട്രേഷൻ ഇല്ല, നിങ്ങളൊന്നും മുൻകൂട്ടി പറയണ്ട. കാർമൽ ധ്യാന കേന്ദ്രം കറുകുറ്റി ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ നമുക്കുള്ള സൗകര്യത്തിലൊക്കെ ദേവാലയത്തിൽ ദിവ്യാന സന്നദ്ധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം സുഭാഷിതങ്ങളുടെ പുസ്തകത്തില് 3-ാം അധ്യായത്തിന്റെ 5-ഉം 6-ഉം തിരുവചനങ്ങളാണ്. പറയാണ്, കർത്താവിൽ
പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. അവിടുന്ന് നിന്റെ വഴി തെളിച്ചു തരും. ഇതാണ് കർത്താവ് പറയുന്നത്. എന്താണ്? കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കാം. സ്വന്തം ബുദ്ധിയിൽ വിശ്വാസം അർപ്പിക്കരുത്. എന്നിട്ട് പറയാണ്, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആയിരിക്കണം. മക്കളോട് പറയാം, നമ്മളും അങ്ങനെ തന്നെ ചെയ്യാം. അതായത് നമ്മളെ ബുദ്ധിയിൽ ആശ്രയിക്കരുത്. നമ്മള് കർത്താവിൽ എങ്ങനെ ആശ്രയിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ. എല്ലാ പ്രവൃത്തിയിലും ദൈവവിചാരം. ദൈവം എന്റെ കൂടെയുണ്ട്, ദൈവം എന്നെ സഹായിക്കും. ആ ദൈവത്തിൽ എപ്പോഴും ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ട വചനങ്ങൾ അതാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ എപ്പോഴും പറന്ന് 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 ഉയർന്നുകൊണ്ടേയിരിക്കും. അവൻ തളരില്ല, അവൻ ക്ഷീണിക്കത്തില്ല. കാരണം അവന്റെ ആശ്രയം കർത്താവില. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. ഇന്ന് ഒത്തിരി മക്കൾക്ക് പറ്റിയതാ എന്റെ കഴിവ്, എന്റെ ആരോഗ്യം, എന്റെ ബുദ്ധി, എന്റെ പഠനം. നമുക്കറിയാലോ, എല്ലാം പഠിച്ചിട്ട് പരീക്ഷ ഹോളിൽ ചെന്നപ്പോ ഒരു ആദി കയറി ഒന്ന് പേടിച്ചു. കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി പോയ എത്ര പിള്ളേരുണ്ടെന്നറിയോ? അതിന്റെ പേരില് ഡിപ്രഷനായിട്ട് നിരാശപ്പെട്ട് പഠനം പോലും മുടങ്ങി ഇന്ന് മാനസിക രോഗ ആശുപത്രിയില് ചികിത്സയിലായിരിക്കുന്ന മക്കളുണ്ട്. അച്ഛനറിയാം. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക. ഇനി എല്ലാ കാര്യം ചെയ്യുമ്പോൾ അത് ദൈവവിചാരത്തോടെ ആവട്ടെ. ദൈവവിചാരം. ഇന്ന് അവരവസ്ഥയുണ്ട്. ദൈവവിചാരം നഷ്ടപ്പെട്ടു പോകരുത്. ദൈവമാണ് എനിക്ക് ജീവൻ തന്നെ, ദൈവമാണ് എന്നെ നയിക്കുന്നത്, ദൈവമാണ് എന്നെ പരിപാലിക്കുന്നത്, എന്റെ ജീവന്റെ കാരണം ദൈവമാണ്, ദൈവത്താലല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യുമ്പോഴും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ എന്ന് പറയാണ്. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ഉണ്ടോ? വഴി തെളിച്ചു തരും. ഇന്ന് പല മക്കൾക്കും ഏത് വഴിക്ക് പോകണം, എങ്ങനെ ചെയ്യണം, എന്ത് പഠിക്കണം, ഏത് കോഴ്സ് എടുക്കണം, ഏത് രാജ്യത്ത് പോകണം, എന്ത് ചെയ്യണം, വഴി അറിയില്ല. പ്രിയപ്പെട്ട മക്കളെ, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ദൈവമായ കർത്താവ് നിനക്ക് വഴി തെളിച്ചു തരും. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിക്കാതിരിക്കുക. എല്ലാം ദൈവ വിചാരത്തോടു കൂടി ചെയ്യുക. ദൈവത്തെ പരിപൂർണമായിട്ടും ശരണപ്പെടുക. ദൈവം വേണ്ടത് തന്ന് പഠനത്തിലും ജീവിതത്തിലും വഴി തെളിച്ച് നമ്മെ എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനത്തെ അഭിഷേകം നമ്മുടെ മക്കളിൽ സംഭവിക്കട്ടെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ. ഈ കർത്താവിന്റെ സത്യമായ ഈ വചനത്തിന്റെ ആ വലിയ ശക്തി അനുഭവിച്ച് ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. അതിനായിട്ട് പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ വചനത്തിന് അത്ഭുത ശക്തി നിറയപ്പെടാൻ വേണ്ടി മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ മക്കൾ വേറെ വഴികളിലേക്കൊക്കെ പോകും. മക്കളെ ദൈവത്തെ ആശ്രയിച്ച് സ്വന്തം ഞാൻ, എനിക്ക് എന്നുള്ള ശാഠ്യങ്ങളൊക്കെ വിട്ടുപേക്ഷിച്ച് ദൈവവിചാരത്തോടെ ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ തീരുമാനങ്ങളെ, നമ്മുടെ വഴികളെ കർത്താവ് നിയന്ത്രിക്കും. കർത്താവ് കൊണ്ടുപോകുന്ന വഴി രക്ഷയിലേക്കുള്ള വഴിയാണ്. അത് അനുഗ്രഹത്തിന്റെ വഴിയാണ്. ഇത് അനുഭവിച്ചറിയാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. അവരോട് പ്രാർത്ഥിക്കാം. നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവെ, മക്കളുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ, മക്കളെ എല്ലാവരും തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ആരാധനയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ അങ്ങയുടെ മക്കൾക്ക് ആവശ്യമായ അഭിഷേകവും കൃപയും നിറച്ച് നൽകി എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, വലിയ സ്നേഹത്തോടെ ഞങ്ങളെ അങ്ങയോടെ സന്നിധിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകത്തിലെ നാനാഭാഗങ്ങളിലിരുന്ന് ഒരുമയോടെ അങ്ങയെ നോക്കി പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ കൂട്ടിച്ചേർത്തതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓരോ ദിവസവും ഈ ശുശ്രൂഷ അനേക മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന മക്കളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. കർത്താവ്, ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ട് പുതുതായിട്ട് കടന്നു വരുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഈ കാർമൽ മീഡിയയുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ അനേക മക്കളെ അനുഗ്രഹിക്കണമേ, കൂട്ടിച്ചേർക്കണമേ. ഈ ചാനലും ഈ ശുശ്രൂഷയും അനേകരിലേക്ക് എത്തട്ടെ. അനേക മക്കൾ ഇതിനോട് ചേർന്ന് നിൽക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോ അങ്ങ് പറഞ്ഞില്ലേ,
അങ്ങയിൽ വിശ്വാസം അർപ്പിച്ച് അങ്ങയിൽ മാത്രം ശരണപ്പെട്ട് അങ്ങയുടെ മക്കൾ ജീവിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ സ്വന്തം ബുദ്ധിയില് അഹങ്കരിക്കാതെ ആശ്രയിക്കാതിരിക്കട്ടെ. കർത്താവേ, എപ്പോഴും ദൈവവിചാരത്തോടെ അങ്ങ് പറഞ്ഞ പോലെ എല്ലായ്പ്പോഴും ദൈവവിചാരത്തോടെ ചെയ്യാനുള്ള വലിയ കൃപ അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട ജ്ഞാനം, അറിവ്, ബുദ്ധി എല്ലാം അങ്ങ് തന്നെ നൽകണം. അങ്ങ് ഞങ്ങളുടെ മക്കളെ നയിക്കണം. അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങളുടെ മക്കളിൽ പൂർത്തിയാക്കണം. അതിനനുസരിച്ച് ഞങ്ങളുടെ മക്കൾ അങ്ങയിൽ ആശ്രയിച്ച് അങ്ങയിൽ ശരണപ്പെട്ട് അങ്ങയിലുള്ള ഉറപ്പോടെ ആ ദൈവവിചാരത്തില് എപ്പോഴും ജീവിക്കുവാൻ ഇടയാകട്ടെ. ഇരുവല്ല അഭിഷേകത്തില് ഞങ്ങളുടെ മക്കൾ പഠിക്കട്ടെ. അവിടെ വിദ്യാഭ്യാസത്തെ ഓർത്തോ, അവിടെ കഴിവിനെ ഓർത്തോ, ബുദ്ധിയെ ഓർത്തോ ഇവൻ വിജയിച്ചാൽ പോലും കർത്താവെ അതിൽ അഹങ്കരിക്കാതെ ദൈവവിചാരത്തോടെ അങ്ങിൽ പ്രത്യാശ വച്ച് അങ്ങാണല്ല നൽകുന്നത് എന്നുള്ള തിരിച്ചറിവോടെ എന്ന് ജീവിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ. കൂടുതൽ വിശ്വാസത്തിന്റെ അഭിഷേകം നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ദൈവവിചാരം ഞങ്ങളുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. അങ്ങയെ മറന്ന് ഞങ്ങളുടെ മക്കൾ ഒരിക്കലും ജീവിക്കാൻ ഇടയാകരുത് കർത്താവെ. അങ്ങയോട് ചേർന്ന് ദൈവവിചാരത്തില് നന്ദിയുള്ള മക്കളായി അങ്ങയെ ചേർത്ത് പിടിച്ച് അഹങ്കരിക്കാതെ ദൈവദാനത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് അങ്ങയിൽ കൃപയ്ക്കുമേൽ കൃപയിൽ വളർന്ന് ഞങ്ങളുടെ മക്കൾ ശക്തരാകട്ടെ. പരീക്ഷയിലും ജീവിതത്തിലും വിജയിക്കട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ മക്കളുടെ എല്ലാവരുടെയും പലവിധ നിയോഗങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൽ അത്ഭുത ശക്തിയാൽ അങ്ങയുടെ സഹായത്താൽ അങ്ങയുടെ അനുഗ്രഹത്താൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും മക്കളുടെ എല്ലാ പഠന മേഖലകളും സമർപ്പിച്ചുകൊണ്ട് അതിനായി ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ ചോദിക്കാം, പ്രാർത്ഥിക്കാം, സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകീശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ദൈവവിചാരം ഞങ്ങൾക്കൊരിക്കൽ നഷ്ടപ്പെടാതിരിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ അങ്ങയിൽ ശരണപ്പെട്ട് ജീവിക്കട്ടെ. അഹങ്കരിക്കാതെ എളിമപ്പെട്ട് അങ്ങയുടെ ദാനങ്ങളെ വിലമതിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്കും ഇടയാകട്ടെ. നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.